ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. മിശിഹായിൽ സ്നേഹമുള്ള സഹോദരരെ, വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം 12-ാം അധ്യായം 14 മുതലുള്ള വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുകയും: ഒരു അവയവമല്ല, പലത് ചേർന്നതാണ് ശരീരം. ഞാൻ കൈ അല്ലാത്തതിനാൽ ശരീരത്തിൻ്റെ ഭാഗമല്ല എന്ന് കാൽ പറഞ്ഞാൽ അത് ശരീരത്തിൻ്റെ ഭാഗമല്ലെന്ന് വരുമോ? അതുപോലെ തന്നെ ഞാൻ കണ്ണല്ലാത്തതിനാൽ ശരീരത്തിൻ്റെ ഭാഗമല്ല എന്ന് ചെവി പറഞ്ഞാൽ അത് ശരീരത്തിൻ്റെ ഭാഗം അല്ല എന്ന് വരുമോ? ശരീരം ഒരു കണ്ണ് മാത്രമായിരുന്നെങ്കിൽ ശ്രവണം സാധ്യമാകുന്നതെങ്ങനെ? ശരീരം ഒരു ചെവി മാത്രമായിരുന്നെങ്കിൽ ഘ്രാണം സാധ്യമാകുന്നതെങ്ങനെ? എന്നാൽ ദൈവം സ്വന്തം ഇഷ്ടമനുസരിച്ച് ഓരോ അവയവവും ശരീരത്തിൽ ക്രമപ്പെടുത്തിയിരിക്കുന്നു. എല്ലാം കൂടെ ഒരു അവയവമായിരുന്നെങ്കിൽ ശരീരം എവിടെയാകുമായിരുന്നു? ഇപ്പോഴാകട്ടെ പല അവയവങ്ങളും ഒരു ശരീരവുമാണ് ഉള്ളത്. സ്നേഹമുള്ളവരെ, ഈ വചനത്തിലൂടെ പൗലോസ് അപ്പസ്തോലൻ നമ്മുടെ ശരീരത്തിൻ്റെ ഉദാഹരണം ഉയർത്തിക്കാണിച്ചുകൊണ്ട് സഭയെക്കുറിച്ചുള്ള വലിയ ഒരു ആത്മീയ സത്യം നമ്മെ ഓർമ്മപ്പെടുത്തുകയും, സഭ എന്ന് പറയുന്നത് ഈശോയുടെ ശരീരമാണ് എന്ന് എഫേസോസ് ലേഖനം 1-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിലൂടെ നമ്മെ പഠിപ്പിച്ച ശ്ലീഹ, റോമാലേഖനം 6-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിലൂടെ നമ്മോട് പറഞ്ഞു, മാമോദീസ എന്ന കൂദാശ നാം സ്വീകരിച്ചത് ഈശോയോട് ഐക്യപ്പെടാൻ വേണ്ടിയാണ് എന്ന്. അങ്ങനെ ഈശോയുടെ മൗതിക ശരീരത്തിൽ ഒരു അവയവമായി മാറുവാൻ നാം മാമോദീസ സ്വീകരിച്ചുവെങ്കിൽ നമുക്കോരോരുത്തർക്കും ഒരേ ധർമ്മമല്ല, ഓരോരുത്തർക്കും അതാത് വ്യക്തികളുടെ വ്യത്യസ്തങ്ങളായ ധർമ്മങ്ങളും നിയോഗങ്ങളും ഉത്തരവാദിത്വങ്ങളും ഉണ്ട് എന്ന് ഈശോ നമ്മെ ഓർമ്മപ്പെടുത്തുകയും പഠിപ്പിക്കുകയും ചെയ്യുകയും, നമുക്ക് ഓരോരുത്തർക്കും ദൈവം വ്യതിരക്തങ്ങളായ വ്യത്യസ്തങ്ങളായ നിയോഗവും വിളിയും അതിനനുസൃതമായ കൃപകളും നമുക്ക് നൽകിയിരിക്കുകയും, ഈ വ്യതിരക്തങ്ങളായ നിയോഗങ്ങളും ധർമ്മങ്ങളും നമുക്കുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഓരോരുത്തർക്കും ഉള്ളതായ വിളി എന്താണ്, ധർമ്മം എന്താണ് എന്ന് നാം മനസ്സിലാക്കണം. ഒരു അവയവമല്ല, പലത് ചേർന്നതാ ശരീരം. വചനം കുറിച്ചാണ് നമ്മളോട് പറയുകയും, ഒരു അവയവമല്ല, പലത് ചേർന്നതാ ശരീരം എന്ന് പറഞ്ഞാൽ ഒരു ശരീരത്തിലെ ഓരോ അവയവത്തിനും അതാത് അവയവത്തിൻ്റേതായ ധർമ്മമുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. ഞാൻ കൈയല്ലാത്തത് കൊണ്ട് ശരീരത്തിൻ്റെ ഭാഗമല്ല എന്ന് കാൽ പറഞ്ഞാൽ ശരിയാകൂ? നമുക്കറിയാം, കൈ മാത്രമല്ല, കാലും ശരീരത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ്. കാലില്ല എങ്കിൽ നടക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ഞാൻ കണ്ണല്ലാത്തതിനാൽ ശരീരത്തിൻ്റെ ഭാഗമല്ല എന്ന് ചെവി പറഞ്ഞാൽ ശരിയാകൂ? അതും ശരിയല്ല. കാരണം കണ്ണ് മാത്രമല്ല, കാഴ്ച മാത്രമല്ല, ശ്രവണവും ആവശ്യമുള്ള സംഗതി. ഒരു ചെവി മാത്രമായിരുന്നുവെങ്കിൽ ഘ്രാണം സാധ്യമാകുന്നത് എങ്ങനെയാണ്? എന്നാൽ ദൈവം സ്വന്തം ഇഷ്ടമനുസരിച്ച് ഓരോ അവയവവും ശരീരത്തിൽ ക്രമപ്പെടുത്തിയിരിക്കുന്നു. സ്നേഹമുള്ളവരെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈശോയുടെ മൗതിക ശരീരമാകുന്ന സഭയിൽ നാം ഓരോരുത്തരും വിവിധ അവയവങ്ങളാണ് എങ്കിൽ, ഈശോയുടെ മൗതിക ശരീരമാകുന്ന സഭ ഈ ലോകത്തിൽ ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷ തുടരുമ്പോൾ, ഈശോയുടെ രക്ഷാകരമായ ശുശ്രൂഷ ഈ സഭയാകുന്ന ശരീരത്തിലൂടെ ഈശോ ഇന്നും തുടരുമ്പോൾ, ഈ ഈശോയുടെ രക്ഷാകരമായ ശുശ്രൂഷയുടെ തുടർച്ചയിൽ നമുക്ക് ഓരോരുത്തർക്കും വളരെ ഗൗരവമായ ഗണനീയമായ ചില ഉത്തരവാദിത്തങ്ങൾ, ചില ധർമ്മങ്ങൾ നിറവേറ്റുവാനുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. ഈ ഉത്തരവാദിത്തങ്ങൾ നാം നിറവേറ്റുമ്പോൾ മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥമായ ആനന്ദവും
യഥാർത്ഥമായ സംതൃപ്തിയും യഥാർത്ഥമായ നിറവും നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് നാം ഓരോരുത്തരും നമ്മോട് തന്നെ ചോദിക്കേണ്ട ചോദ്യം ഇതാ: എൻ്റെ ദൈവം എന്നിൽ നിന്ന് എന്താണ് അഭിലഷിക്കുന്നത്? തീർച്ചയായും അത് സഭയിൽ ആയിരുന്നു കൊണ്ട്. മാമോദീസ സ്വീകരിച്ച ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൻ്റെ ഭാഗധേയം എന്ന് പറയുന്നത് അത് സഭയിൽ ആയിരുന്നു കൊണ്ട് സഭയിലൂടെ ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷ നിറവേറ്റുമ്പോൾ. ഒരുപക്ഷെ ഈ ലോകത്തിൽ ഒരു സാമൂഹ്യ ജീവി എന്ന നിലയിൽ, ഈ ലോകത്തിൽ ഒരു സാമൂഹ്യ വ്യക്തിത്വം എന്ന നിലയിൽ നിനക്ക് വിവിധങ്ങളായ വ്യക്തിജീവിതത്തിൻ്റെ ഭാഗധേയമുണ്ടായിരിക്കാം. ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ് എങ്കിൽ ആ ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ്റേതായ ചില ഭാഗധേയങ്ങൾ സമൂഹത്തിൽ, രാഷ്ട്രത്തിൽ നിറവേറ്റുവാൻ നിനക്കുണ്ട്. ഒരുപക്ഷെ ഒരു കൃഷിക്കാരനാണ് എങ്കിൽ, ഒരുപക്ഷെ ഒരു കച്ചവടക്കാരനാണ് എങ്കിൽ, ഒരുപക്ഷെ ഒരു അധ്യാപകനാണ് എങ്കിൽ സാമൂഹ്യപരമായ അഥവാ രാഷ്ട്രീയപരമായ ഈ ലോകത്തിൻ്റേതായ സെക്യുലറായിട്ടുള്ള ഭൗതികമായിട്ടുള്ള ചില ഉത്തരവാദിത്തങ്ങളും ചില നന്മകളൊക്കെ നിനക്ക് നിറവേറ്റുവാൻ സാധിക്കുമായിരിക്കും. പക്ഷെ മറക്കരുത്, നിൻ്റെ രാഷ്ട്രീയപരമായ, നിൻ്റെ സാമൂഹ്യപരമായ ഈ ഭൗതികമായ അസ്തിത്വം പോലും, നിൻ്റെ ഭാഗധേയം പോലും, നിൻ്റെ കഴിവും സാധ്യതയും പോലും സഭയിലായിരുന്ന കൊണ്ട് സഭയിലൂടെ വിശുദ്ധിയിൽ ജീവിക്കുവാനുള്ള, ദൈവഹിതം നിറവേറ്റുവാനുള്ള അടിസ്ഥാനപരമായ ഭാഗധേയത്തിന് പുറത്തല്ല എന്ന തിരിച്ചറിവ് നിനക്കുണ്ടാവണം. ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ് എങ്കിൽ ആ ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ, അല്ലെങ്കിൽ ഒരു കച്ചവടക്കാരനാണ് എങ്കിൽ, ഒരു ബിസിനസ്സുകാരനാണ് എങ്കിൽ, ഒരു അധ്യാപകനാണ് എങ്കിൽ, വേറെ ഒരു കർഷകനാണ് എങ്കിൽ, ജീവിതത്തിൻ്റെ ഏത് തുറയിലുള്ള, ഏത് ജീവിത തലത്തിലുള്ള വ്യക്തിയാണ് എങ്കിലും അതെല്ലാം അടിസ്ഥാനപരമായും ആത്യന്തികമായും സഭാത്മകമായി ജീവിക്കുവാനും സഭയിലായിരുന്നു കൊണ്ട് ദൈവം എന്നിലൂടെ, ദൈവം ഞാൻ വഴിയായി സഭയിലൂടെ ഈ ലോകത്തിൽ നിറവേറ്റേണ്ടതായ, പൂർത്തീകരിക്കേണ്ടതായ നന്മകൾ പൂർത്തീകരിക്കുവാനുള്ള ചില ജീവിതത്തിൻ്റെ അസ്തിത്വ തലങ്ങൾ മാത്രമാണ് എന്ന് മനസ്സിലാക്കുവാനും നമുക്ക് സാധിക്കണം. എൻ്റെ ജീവിതത്തിൽ ദൈവം നൽകിയിരിക്കുന്നതല്ല എൻ്റെ തൊഴിൽ, എൻ്റെ സാമ്പത്തിക സ്രോതസ്സുകൾ, എൻ്റെ വരുമാന മാർഗങ്ങൾ, എൻ്റെ കഴിവുകൾ പ്രകടിപ്പിക്കുവാനുള്ള വേദികൾ. ഒരു കലാകാരനോ സാഹിത്യകാരനോ ആണെങ്കിൽ അത് പ്രകടിപ്പിക്കുന്ന തലങ്ങളും വേദികളും എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, ഏത് തന്നെ ആയിക്കൊള്ളട്ടെ, അടിസ്ഥാനപരമായി അത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവരാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി വിനിയോഗിക്കുവാനും സഭയിലായിരുന്നു കൊണ്ട് സഭയിലൂടെ വിനിയോഗിക്കുവാൻ വേണ്ടിയുള്ളതാണ് എന്ന ഒരു അവബോധം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. അവിടെ മാത്രം നമ്മുടെ ജീവിതത്തിൻ്റെ ആത്യന്തികമായ നേട്ടമെന്ന് പറയുന്നത്, ജീവിതത്തിൻ്റെ ആത്യന്തികമായ പൂർണ്ണത എന്ന് പറയുന്നത്, ജീവിതത്തിൻ്റെ ആത്യന്തികമായ നിറവെന്ന് പറയുന്നത് ഒരുപക്ഷെ എൻ്റെ രാഷ്ട്രീയപരമായ, ഒരുപക്ഷെ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ നിലയിലുള്ള, അതല്ല എങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഈ രാഷ്ട്രത്തെ സംബന്ധിക്കുന്നതായ മേഖലകളിൽ എനിക്കുള്ളതായ സ്വാധീനങ്ങൾ, എനിക്കുള്ളതായ ശേഷികൾ, എനിക്ക് സാധിക്കുന്നതായ കാര്യങ്ങൾ കേവലം ഭൗതികമായ, ഒരുപക്ഷെ എനിക്ക് പേരും പ്രശസ്തിയും സ്ഥാനമാനങ്ങളും സമ്പത്തുമൊക്കെ സ്വരുക്കൂട്ടുവാൻ വേണ്ടിയുള്ള മാർഗമായി ഞാൻ തെറ്റിദ്ധരിക്കുന്നുവെങ്കിൽ, സ്നേഹമുള്ളവരെ, അത് എന്നെ സംബന്ധിച്ചിടത്തോളം, അത് അങ്ങനെ ചിന്തിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു അബദ്ധമായി പരിണമിക്കുകയും, എന്നാൽ തൻ്റെ ജീവിതത്തിൻ്റെ തൊഴിലോ ആകട്ടെ, സാമ്പത്തിക സ്രോതസ്സാകട്ടെ, വരുമാന മാർഗമാകട്ടെ, ജീവിത അവസ്ഥയായിക്കൊള്ളട്ടെ, അതിനെല്ലാം മുകളിലാണ് ഞാനെന്ന വ്യക്തിയുടെ സഭാത്മകമായ അസ്തിത്വമെന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് ഓരോരുത്തർക്ക് സാധിക്കണം. അങ്ങനെ ചിന്തിച്ചതായ ഒരുപാട് വ്യക്തികൾ തിരുസഭയുടെ ചരിത്രത്തിലുണ്ട്. അങ്ങനെ ചിന്തിച്ചതായ വ്യക്തികൾ ഇന്നും ഈ ലോകത്തിൽ ചിന്തിക്കുന്ന വ്യക്തികൾ ധാരാളമുണ്ട്.
അവരൊക്കെ അവരുടെ ജീവിതത്തിൻ്റെ കഴിവുകൾ, അവരുടെ ജീവിതത്തിൻ്റെ സാധ്യതകൾ, അവരുടെ അറിവ്, അവരുടെ സ്വാധീനങ്ങൾ, അവരുടെ തൊഴിൽ മേഖലകൾ, അവരുടെ ഉദ്യോഗങ്ങൾ, അവരുടെ അധ്യാപന വൃത്തികൾ ഒക്കെ മറ്റുള്ളവരെ ഈശോയിലേക്ക് നയിക്കുവാൻ, ദൈവരാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി, സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി വിനിയോഗിച്ചവരാ. അതിൽ പരാജയപ്പെട്ടപ്പോൾ അവരതിനോട് വിട പറഞ്ഞവരുമാണ്. നമുക്കറിയാം, ചരിത്രത്തിൽ എത്രയോ ഉദാഹരണങ്ങളുണ്ട്. നാം ഈ കാലഘട്ടത്തിൽ ഒരുപാട് സ്നേഹത്തോടെ ഓർക്കുകയും മധ്യസ്ഥം പ്രാർത്ഥിക്കുകയുമൊക്കെ ചെയ്ത വിശുദ്ധാത്മാക്കൾ നമുക്കറിയാം. വിശുദ്ധ സെബസ്ത്യാനോസ്, വിശുദ്ധ ഗീവർഗീസ്, ഇങ്ങനെയുള്ള ആദിമ നൂറ്റാണ്ടിലെ, തിരുസഭയുടെ ചരിത്രത്തിലെ ആദിമ നൂറ്റാണ്ടിലെ വിശുദ്ധാത്മാക്കൾ മുതൽ ആധുനിക കാലഘട്ടത്തിൻ്റെ ആരംഭത്തിലെ വിശുദ്ധാത്മാക്കളായ വിശുദ്ധ തോമസ് മൂർ മുതലായ വിശുദ്ധാത്മാക്കൾ ഈ കാലഘട്ടത്തിലുമുണ്ട്. അത്തരത്തിലുള്ള വിശുദ്ധാത്മാക്കൾ രാഷ്ട്രീയപരമായിട്ട്, ഉദ്യോഗപരമായിട്ട് വലിയ സ്വാധീനങ്ങൾ, വലിയ ഉന്നത സ്ഥാനങ്ങളൊക്കെ ഉണ്ടായിരുന്ന അവർ ആ സ്ഥാനങ്ങളും ആ ഉദ്യോഗങ്ങളും ആ രാഷ്ട്രീയപരമായ സ്വാധീനങ്ങളും അവസ്ഥകളും സ്ഥാനമാനങ്ങളെല്ലാം അവരുടെ ക്രൈസ്തവ അസ്തിത്വത്തിന് താഴെ പരിഗണിച്ചു. മാമുരിസ സ്വീകരിച്ച ഒരു സഭാ തനയൻ അല്ലെങ്കിൽ സഭാ തനയ എന്ന അവസ്ഥ അവർ ഏറ്റവും ഉന്നതമായ, ഏറ്റവും ശ്രേഷ്ഠമായ ജീവിതത്തിൻ്റെ ഭാഗ്യമായി, നന്മയായി അവർ കരുതി. ഈശോയുടെ ഭൗതിക ശരീരത്തിലെ ഒരു അവയവമായിരിക്കുന്ന അവരുടെ അവസ്ഥയെ ഈ ലോകത്തിൽ അവർക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമായി അവർ കരുതി. ഈ സൗഭാഗ്യം സ്വന്തമാക്കാൻ വേണ്ടി എന്തും നഷ്ടപ്പെടുത്തുവാൻ അവർ തയ്യാറായി. ഈശോയുടെ വചനം അവരുടെ മനസ്സിലുണ്ടായിരുന്നു, ഈശോയുടെ വചനം അവരുടെ ഓർമ്മയിലുണ്ടായിരുന്നു. നീ ലോകം മുഴുവൻ നേടിയാലും. പാരീസ് യൂണിവേഴ്സിറ്റിയിലെ വലിയ പണ്ഡിതനായിരുന്ന ഫ്രാൻസിസ് സേവ്യർ തൻ്റെ ഇഗ്നേഷ്യസ് ലയോള എന്ന് പറയുന്ന വിശുദ്ധൻ ദിവസവും അവനെ ഓർമ്മപ്പെടുത്തിയ ബൈബിൾ വാക്യത്താൽ പ്രചോദിതനായി, നീ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടമായാൽ നിനക്കെന്താ പ്രയോജനം എന്ന വാക്യത്താൽ പ്രചോദിതനായി ആ വലിയ ഉദ്യോഗം വേണ്ട എന്ന് വെച്ച് അവൻ ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ട് ഇറങ്ങിത്തിരിക്കുകയും ഒരു വൈദികനായി, ഒരു ഈശോസഭ വൈദികനായി മാറുകയും ചെയ്തു. പിൽക്കാല ചരിത്രം നമുക്കറിയാം. ഈ ഭാരതത്തിൻ്റെ ദ്വിതീയ അപ്പസ്തോലനായി ആ ഫ്രാൻസിസ് സേവ്യർ മാറി. സ്നേഹമുള്ളവരെ, ഈ ലോകം നൽകിയേക്കാവുന്ന നന്മകളെക്കാളും, ഉദ്യോഗങ്ങളെക്കാളും, അസ്തിത്വങ്ങളെക്കാളും, സ്ഥാനമാനങ്ങളെക്കാളും ശ്രേഷ്ഠമായി ഈശോയുടെ ശരീരത്തിലെ, ഈശോയുടെ ഭൗതിക ശരീരത്തിലെ അവയവമെന്ന അവസ്ഥ, തൻ്റെ ക്രൈസ്തവ അവസ്ഥ ശ്രേഷ്ഠമെന്ന് വിചാരിച്ചതുകൊണ്ട് അതൊക്കെ ഉപേക്ഷിക്കാൻ തയ്യാറാവുകയും. സ്നേഹമുള്ളവരെ, തിരുസഭയുടെ ചരിത്രത്തിലെ ഒരുപാട് വിശുദ്ധാത്മാക്കളുടെ ഓർമ്മ, ഒരുപാട് വിശുദ്ധാത്മാക്കളുടെ ചരിത്രം നമ്മുടെ ഓർമ്മയിലേക്ക് കടന്നു വരും. ഈ സംഗതികൾ നാം ഓർക്കുമ്പോൾ, ഈ വിഷയം നാം ഓർക്കുമ്പോൾ, ഈ ആശയം നാം ഓർക്കുമ്പോൾ, തിരുസഭയുടെ ചരിത്രത്തിലെ വിശുദ്ധാത്മാക്കളെല്ലാം ഈ ലോകം നൽകിയ ഒരുപിടി നന്മകളെ വെറുതെ വലിച്ചെറിഞ്ഞിട്ട് ഈശോയുടെ പിന്നാലെ ഇറങ്ങിത്തിരിച്ചവരാ. അതിൻ്റെ ഉദാഹരണം ആരംഭിക്കുന്ന ബൈബിളിൽ തന്നെ, ബൈബിൾ കാലഘട്ടത്തിൽ തന്നെ. നമുക്കറിയാം, ചുങ്കസ്ഥലത്തിരുന്ന ലേവിയെ ഈശോ വിളിച്ചു, ചുങ്കസ്ഥലത്തിരുന്ന മത്തായിയെ ഈശോ വിളിച്ചു. ആ ചുങ്കസ്ഥലത്തിൻ്റെ നേട്ടങ്ങൾ, ഭൗതികമായ നേട്ടങ്ങൾ, സാമ്പത്തികമായ നേട്ടങ്ങൾ വേണ്ട എന്ന് വെച്ച് അവൻ ഈശോയുടെ പിറകെ ഇറങ്ങിത്തിരിച്ചു. അവൻ ഈശോയുടെ ശിഷ്യനായി മാറി. സാമ്പത്തികമായ സുസ്ഥിരതകളോ സാമ്പത്തികമായ നന്മകളോ ഒന്നും ഈശോ വാഗ്ദാനം ചെയ്തില്ല. ഈശോ കൃത്യമായിട്ട് പറഞ്ഞു, കുറുനരികൾക്ക് മാളങ്ങളുണ്ട്, ആകാശപ്പറവകൾക്ക് കൂടുണ്ട്, മനുഷ്യപുത്രന് തലചായ്ക്കാൻ ഭൂമിയിൽ ഇടമില്ല. ആകാശത്തിനും ഭൂമിക്കും മധ്യേ മൂന്നാണികളിൽ പിടഞ്ഞു മരിച്ച ഈശോയുടെ ഓർമ്മപ്പെടുത്തലായിരുന്നു അത്. എന്നാൽ ഈശോ വാഗ്ദാനം ചെയ്ത ആ അരക്ഷിതാവസ്ഥ, ഈ ലോകത്തിൻ്റെ കാഴ്ചപ്പാടിലെ ദാരിദ്ര്യം, ഈ ലോകത്തിൻ്റെ കാഴ്ചപ്പാടിലെ സുരക്ഷിതത്വമില്ലായ്മ, ഈ ലോകത്തിൻ്റെ കാഴ്ചപ്പാടിലെ ഇല്ലവല്ലായ്മകൾ അവർക്ക് നേട്ടമായി മാറി. ഈശോയാണ് ഈ യഥാർത്ഥ സമ്പത്തെന്ന് തിരിച്ചറിവുണ്ടായപ്പോൾ
ഈശോയാണ് തനിക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ നന്മയെന്ന തിരിച്ചറിവുണ്ടായപ്പോൾ ഈ ലോകത്തിൻ്റെതായ നേട്ടങ്ങളും നന്മകളും എല്ലാം വലിച്ചെറിയാൻ അവർക്ക് സാധിച്ചു. അത് അവസാനിക്കുന്ന പരമ്പരയല്ല. നമുക്കറിയാം വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ്റെ വാക്കുകൾ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 3-ാമത്തെ അധ്യായത്തിൻ്റെ 5 മുതലുള്ള വാക്യങ്ങളിൽ നമ്മോട് പറയുന്നുണ്ട്. 4 മുതലുള്ള വാക്യങ്ങളിൽ എന്താ പറയുക? എന്നാൽ എനിക്ക് ശരീരത്തിൽ പ്രത്യാശ വെക്കാൻ കഴിയും. ശരീരത്തിൽ പ്രത്യാശയുണ്ട് എന്ന് വിചാരിക്കുന്ന ആരെയേക്കാൾ കൂടുതലായി അതിനുള്ള അവകാശം എനിക്കുണ്ട്. കാരണം 8-ാം ദിവസം പരിച്ഛേദനം ചെയ്യപ്പെട്ടവനാണ് ഞാൻ. ഇസ്രായേൽ വംശത്തിലും ബെഞ്ചമിൻ ഗോത്രത്തിലും പിറന്നവൻ, ഹെബ്രായരിൽ ജനിച്ച ഹെബ്രായൻ, നിയമപ്രകാരം ഫരിസേയൻ, തീഷ്ണത കൊണ്ട് സഭയെ പീഡിപ്പിച്ചവൻ, നീതിയുടെ കാര്യത്തിൽ നിയമത്തിൻ്റെ മുമ്പിൽ കുറ്റമില്ലാത്തവൻ. സ്നേഹമുള്ളവരെ, പൗലോസ് അപ്പോസ്തലൻ ഇത് പറയുന്നത് തൻ്റെ മതാത്മകമായ ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. തൻ്റെ മതാത്മകമായ ജീവിതത്തിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് യഹൂദ മത പശ്ചാത്തലമാണ്. യഹൂദ മതത്തിൽ ജനിച്ച പൗലോസ്, സാവൂൾ എന്ന് പറയുന്ന പൗലോസ്, യഹൂദ മതത്തിൽ ജനിച്ച പൗലോസ് ഈ യഹൂദരിൽ മറ്റേതൊരു യഹൂദനേക്കാളും മോശക്കാരനൊന്നുമല്ല. ഇന്ന് ഒരു ക്രിസ്ത്യാനി ആയിരിക്കുമ്പോൾ യഹൂദർ ക്രിസ്ത്യാനിയെ പീഡിപ്പിക്കുന്ന യഹൂദരിലെ പ്രമുഖരായ ഫരിസേയരിൽ ഒരുവനായിരുന്നു പൗലോസ് എന്ന് നാം ഓർക്കണം. അതാ ഇവിടെ പറയുന്നത്, നിയമപ്രകാരം ഫരിസേയൻ, എന്നാൽ എന്താ പറയുന്നത്? ഇവയെല്ലാം ഞാൻ ഈശോയെ പ്രതി നഷ്ടമായി കണക്കാക്കി. തൻ്റെ ജീവിതത്തിൽ ലഭ്യമായിരുന്ന ഈ നേട്ടങ്ങളെല്ലാം അവൻ നഷ്ടമായി കണക്കാക്കി. ആരെ പ്രതി? ഈശോയെ പ്രതി ഒരു നഷ്ടമായി കണക്കാക്കി. സ്നേഹമുള്ളവരെ, ഈ നഷ്ടം യഥാർത്ഥത്തിൽ അവന് നഷ്ടമല്ലായിരുന്നുവെന്ന് അവനറിയാമായിരുന്നു. അവന് ഈശോയായിരുന്നു ലഭിക്കാമായിരുന്ന ഏറ്റവും വലിയ നേട്ടം. ഈശോയ ഈ ലോകത്തിൽ തനിക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ആനന്ദം, ഈശോയ തനിക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ തൃപ്തി, ഈശോയ തനിക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ സ്വാധീനം, ഈശോയ ഈ ലോകത്തിൽ തനിക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമെന്ന് അവനറിയാമായിരുന്നു. ഇവയെല്ലാം ഈശോയെ പ്രതി നഷ്ടമായി ഞാൻ കണക്കാക്കി. ഇവ മാത്രമല്ല, ഈശോ മിശിഹായെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകിയാൽ സർവവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു. അവനെ പ്രതി ഞാൻ സകലവും നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ കരുതുകയുമാണ്. ഇത് ഈശോയെ നേടുന്നതിനും അവനോടുകൂടി ഒന്നായി കാണപ്പെടുന്നതിനും വേണ്ടി, ഈശോയെ സ്വന്തമാക്കുവാൻ, ഈശോയോട് ഒന്നായി തീരുവാൻ, ഈശോയിൽ ആയിത്തീരുവാൻ വേണ്ടി എല്ലാം നഷ്ടപ്പെടുത്തുന്ന പൗലോസ് എന്ന് പറയുന്ന സാവൂളിനെ നാം കണ്ടുമുട്ടുകയാണ്. സ്നേഹമുള്ളവരെ, ജീവിതത്തിൻ്റെ യഥാർത്ഥ ആനന്ദം ഈശോയാണെന്ന് തിരിച്ചറിഞ്ഞ ഒരു വ്യക്തി, ഈശോയുടെ ഭൗതിക ശരീരത്തിലെ ഒരു അവയവം ആയിരിക്കുക എന്നതാണ്. ഈശോയുടെ ഭൗതിക ശരീരമായ സഭയിൽ തനിക്കൊരു അംഗത്വമുണ്ട്. സഭയിലൂടെ ഈശോ ഇന്നും നിറവേറ്റിക്കൊണ്ടിരിക്കുന്ന രക്ഷാകര സംഭവത്തിൽ പങ്കുപറ്റുവാൻ ദൈവം എന്നെ അനുവദിക്കുന്നു. എൻ്റെ ഒരു ക്രിസ്ത്യാനി എന്ന നിലയിലുള്ള എൻ്റെ ഓരോ വാക്കും, എൻ്റെ ഓരോ പ്രവൃത്തിയും, എൻ്റെ ഓരോ നിമിഷവും, എൻ്റെ നിമിഷത്തിൻ്റെ വിനിയോഗവും, എൻ്റെ ജീവിതത്തിൻ്റെ സർവവും ഈശോയുടെ രക്ഷാകര ശുശ്രൂഷയുടെ പൂർത്തീകരണത്തിൻ്റെ ഭാഗമായി മാറുന്നു എന്ന അവബോധം നമ്മിൽ വലിയ അഭിമാനം ഉണർത്തേണ്ടത്. ഈ ലോകത്തിലെ ഏതെങ്കിലുമൊക്കെ നേട്ടങ്ങളല്ല, ഈ ലോകത്തിലെ ഏതെങ്കിലുമൊക്കെ നന്മകളല്ല യഥാർത്ഥ നേട്ടമെന്ന് പറയുന്നത്. പിന്നെയോ ഈശോയുടെ സഭയിലെ ഒരു അംഗമായിരിക്കുക എന്നുള്ളത്. ഈശോ എനിക്ക് നൽകുന്ന ഈ വലിയ അസ്തിത്വം, ഈ വലിയ അന്തസ്സ, ഈ വലിയ അവസ്ഥയെ ഈ ലോകത്തിൽ എനിക്ക് ലഭിക്കാവുന്ന
ഏറ്റവും വലിയ നേട്ടമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയും, സ്നേഹമുള്ളവർ, ഈ വസ്തുത നമ്മെ ഓർമ്മപ്പെടുത്തേണ്ടത്, നമ്മൾ കൂടുതൽ വ്യക്തമായ ഒരു ബോധ്യത്തിലേക്ക് നയിക്കേണ്ടത്, ഈശോയുടെ ശരീരത്തിലെ ഒരു അവയവമെന്ന നിലയിൽ എനിക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട്, എനിക്ക് ചില ധർമ്മങ്ങളുണ്ട് എന്ന ആ വലിയ അവബോധം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടതായ അടുത്ത ചിന്തയെന്ന് പറയുന്നത് സ്നേഹമുള്ളവരെ, ഇത് ദൈവമാണ് എനിക്ക് ഈ ധർമ്മം നൽകിയിരിക്കുന്നത്. എന്താ പറഞ്ഞേക്കുന്നത്? ദൈവം തൻ്റെ ഹിതമനുസരിച്ച്, ദൈവം തൻ്റെ ഇഷ്ടമനുസരിച്ച് ഓരോ അവയവവും ശരീരത്തിൽ ക്രമപ്പെടുത്തിയിരിക്കുന്നു. ദൈവം എന്നെ ഈ ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്നത് ദൈവം തൻ്റെ രക്ഷാകര സംഭവത്തിൻ്റെ പൂർണ്ണതയിൽ പങ്കുപറ്റുവാൻ എന്നെ അനുവദിക്കുകയും, ഇത് ദൈവദത്തമായ ഒരു പദ്ധതി. ഇവിടെ പറയുക, ഇതെന്തിനു വേണ്ടിയ ശരീരത്തിൽ ഭിന്നിപ്പുണ്ടാകാതെ അവയവങ്ങൾ പരസ്പരം തുല്യ ശ്രദ്ധയോടെ വർത്തിക്കാൻ വേണ്ടിയ എന്ന് പറഞ്ഞാൽ, എൻ്റെ സഭയിൽ, ഞാൻ അംഗമായിരിക്കുന്ന സഭയിൽ ഞാൻ മാത്രമല്ല അംഗങ്ങളായിട്ടുള്ളത്. മറ്റുള്ളവരെക്കുറിച്ചും എനിക്ക് കരുതലുണ്ടാവണം, മറ്റുള്ളവരെക്കുറിച്ചും എനിക്ക് ശ്രദ്ധയുണ്ടാകണം. ഇവിടെ പറയുക, അത് ശരീരത്തിൽ ഭിന്നിപ്പുണ്ടാകാതെ അവയവങ്ങൾ പരസ്പരം തുല്യ ശ്രദ്ധയോടെ വർത്തിക്കുന്നതിന് വേണ്ടിയ. ഒരു അവയവം വേദന അനുഭവിക്കുമ്പോൾ എല്ലാ അവയവങ്ങളും വേദന അനുഭവിക്കുന്നു. ഒരു അവയവം പ്രശംസിക്കപ്പെടുമ്പോൾ എല്ലാ അവയവങ്ങളും സന്തോഷിക്കുന്നു. സ്നേഹമുള്ളവരെ, തിരുസഭയാകുന്ന ഈശോയുടെ ഭൗതിക ശരീരത്തിലെ ഏതെങ്കിലും ഒരു അവയവത്തിന് വേദനയോ നഷ്ടമോ നൊമ്പരമോ ദുരിതമോ തകർച്ചയോ ഉണ്ടാകുമ്പോൾ എനിക്ക് വേദനിക്കണം. അത് എൻ്റെ മാതാപിതാക്കൾക്ക് സംഭവിക്കുമ്പോഴല്ല, എൻ്റെ സഹോദരങ്ങൾക്ക് സംഭവിക്കുമ്പോഴല്ല, എൻ്റെ കുടുംബാംഗങ്ങൾക്ക് സംഭവിക്കുമ്പോഴല്ല, എൻ്റെ രക്തബന്ധത്തിൽപ്പെട്ട ആർക്കെങ്കിലും സംഭവിക്കുമ്പോഴല്ല, പിന്നെയോ ഈ രക്തബന്ധങ്ങൾക്കും കുടുംബ ബന്ധങ്ങൾക്കും വിഭാവനം ചെയ്യുവാൻ സാധിക്കുന്നതിനേക്കാൾ എത്രയോ ഉന്നതമായ ശ്രേഷ്ഠമായ ഒരു ബന്ധമാ ഒരു ശരീരത്തിലെ വിവിധ അവയവങ്ങൾ എന്ന ബന്ധം. നാം ഓർക്കണം, നമ്മുടെ ഭൗമികമായ ശാരീരികമായ കുടുംബപരമായ നമ്മുടെ ബന്ധങ്ങളൊക്കെ വിവിധ വ്യക്തികൾ തമ്മിലുള്ള ബന്ധങ്ങളാണ്. എന്നാൽ ഈശോ തൻ്റെ തിരുസഭയിൽ വിഭാവനം ചെയ്ത ബന്ധമെന്ന് പറയുന്നത് വിവിധ വ്യക്തികൾ തമ്മിലുള്ള ബന്ധമല്ല, പിന്നെയോ ഒരു വ്യക്തിയുടെ തന്നെ ഒരേ ശരീരത്തിലെ വിവിധ അവയവങ്ങൾ തമ്മിലുള്ള ബന്ധമാണ്. ഒരു ശരീരത്തിലെ ഒരു അവയവം വേദന അനുഭവിക്കുമ്പോൾ എല്ലാ അവയവവും വേദന അനുഭവിക്കുകയാണ്. ഒരു ശരീരത്തിലെ ഏതെങ്കിലും ഒരു അവയവം സന്തോഷിക്കുമ്പോൾ എല്ലാ അവയവത്തിലേക്കും ആ സന്തോഷത്തിൻ്റെ കിരണങ്ങൾ പ്രസരിക്കുകയാണ്. അതുപോലെയുള്ള ഒരു ആത്മബന്ധം നമുക്കുണ്ടാകണമെന്ന് സഭയിലെ ഏതെങ്കിലും ഒരു വ്യക്തി, മാമോദീസ സ്വീകരിച്ച ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ആത്മീയമായ ചില അപകടങ്ങൾ, പാപകരമായ ചില പ്രവണതകൾ, നഷ്ടങ്ങൾ, ദുരിതങ്ങളുണ്ടാകുമ്പോൾ ഹൃദയം നൊമ്പരപ്പെടുന്ന ഒരു വേദന എനിക്കുണ്ടാകണമെന്ന്. കാരണം ആ വ്യക്തിയിലൂടെ ദൈവം പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്ന നന്മകൾ, എന്നിലൂടെ ദൈവം പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്ന നന്മയുടെ പൂരകത്വമുള്ള നന്മ തന്നെ. അത് രണ്ടും ചേരുമ്പോഴാണ്, ഇവയെല്ലാം ചേരുമ്പോഴാണ് ഈ ദൗത്യം പൂർത്തിയാവുക. അല്ലെങ്കിൽ എന്നിലൂടെ ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അപൂർണമായി അവശേഷിക്കും, അവരിലൂടെ സംഭവിക്കേണ്ട കാര്യങ്ങൾ സംഭവിക്കാതെ പോകുമ്പോൾ. അതുകൊണ്ട് തന്നെ സ്നേഹമുള്ളവരെ, ഈ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ഒരു സ്വപ്നം, ദൈവത്തിൻ്റെ ഹിതം ഈ ലോകത്തിൽ പൂർത്തിയാകുന്ന ഒരു അവസ്ഥയെക്കുറിച്ചുള്ള ഒരു തീഷ്ണത നമുക്കുണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുകയും ദൈവം നമ്മിലൂടെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന, തിരുസഭയിലൂടെ പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്ന നന്മകൾ പൂർത്തിയാക്കുവാനുള്ള ഒരു തീഷ്ണത, അതിന് വേണ്ടതായ ഒരു സമർപ്പണം, അതിന് വേണ്ടതായ ഒരു ദൈവസ്നേഹത്തിൻ്റെ കൃപ,
അതിന് വേണ്ടതായ ഈ ലോകത്തെയും ലൗകികമായ നന്മകളെയും അവഗണിക്കുവാനുള്ള ഒരു ജ്ഞാനം ദൈവം നമുക്ക് നൽകട്ടെ. അതിനു വേണ്ട കൃപയ്ക്ക് വേണ്ടി നമുക്ക് ഈശോയോട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഈശോ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.